വെൽക്കം. റഹ്മാനാണ്. മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ മൈക്രോബിയൽ ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് കർവിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ദിസ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് ഇൻഡിക്കേറ്റ്സ് എന്താണ്? ഇൻഡിക്കേറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ, ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ ഡെത്ത്, മരണമുണ്ട് അതിൻ്റെ കൂടെ ഓഫ് ബാക്ടീരിയയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ നമ്മളൊരു പ്രത്യേക ബാക്ടീരിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മൈക്രോ ഓർഗാനിസം സെലക്ട് ചെയ്യുന്നു, അതിനെടുത്ത് പ്രത്യേകമായിട്ടുള്ളൊരു കൾച്ചർ മീഡിയയിൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു, വളർത്തുന്നു. കൾച്ചർ മീഡിയയിലെ ന്യൂട്രിയൻസ് തീരുന്നതനുസരിച്ച് നമ്മൾ പുതിയ ന്യൂട്രിയൻസ് വീണ്ടും അല്ലെങ്കിൽ കൾച്ചർ മീഡിയ കൂടുതലായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ ബാക്ടീരിയ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ല ഈ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതൊരു ഓപ്പൺ സിസ്റ്റം ആണ്. ഫിക്സഡ് ഒരു നിശ്ചിത ഇന്റർവെൽ, ഒരു ടൈം ഇന്റർവെല്ലിൽ ഇതിന്റെ ബാക്ടീരിയയുടെ എണ്ണം നേരത്തെ ഇതിന്റെ ഇരട്ടിയാകും. സോ നമ്മൾ ഈ ഓപ്പൺ സിസ്റ്റത്തെ കുറിച്ചല്ല നമ്മൾ പറയുക, നമ്മൾ പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തെ കുറിച്ചാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് എ ക്ലോസ്ഡ് സിസ്റ്റം, അല്ലെങ്കിൽ നമുക്കതിനെ ബാച്ച് കൾച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ബാച്ച് കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസം. ഇൻ ബാച്ച് കൾച്ചർ ഓർ ക്ലോസ് സിസ്റ്റത്തിൽ ന്യൂട്രിയൻസ് തീർന്നു കഴിഞ്ഞാൽ നോ ഫ്രഷ് മീഡിയ ഈസ് പ്രൊവൈഡഡ്. നോ ഫ്രഷ് മീഡിയ, പുതിയതായിട്ട് മീഡിയ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ന്യൂട്രിയൻസ് ഓർ മീഡിയ കൊടുക്കുന്നില്ല. ന്യൂട്രിയൻസ് പതിയെ കുറഞ്ഞ് തീരും, അങ്ങനെ അങ്ങ് തീരും. സോ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ബാച്ച് കൾച്ചറിൽ എത്ര വയബിൾ ഓർഗാനിസം ഉണ്ട്, വയബിൾ ഓർഗാനിസം അല്ലെങ്കിൽ ജീവനുള്ള എത്ര ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഉണ്ട് എന്ന് പറയാൻ, എങ്ങനെ വളരുന്നു, അവ എങ്ങനെ വളരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബാക്ടീരിയൽ അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് കർവ്. നമുക്ക് ആവശ്യം ഇതിനാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു നിശ്ചിത ടൈം ഇന്റർവെല്ലിൽ. സോ അപ്പോൾ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. സോ ഇവിടെ ടൈം ആണ്, ഇവിടെ ടൈം 20 മിനിറ്റ്, 30, 40 മിനിറ്റ്സ്, 80 മിനിറ്റ്സ്, അങ്ങനെ അങ്ങ് വരയ്ക്കാമെന്ന് വിചാരിക്കും. ഒരു നിശ്ചിത ടൈം ഇന്റർവെല്ലിൽ ബാക്ടീരിയ എത്രയുണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. ബാക്ടീരിയൽ കൗണ്ട് നമ്മൾ എടുക്കും, എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. സോ ഇവിടെ നമ്മളിപ്പോൾ നമ്പർ ഓഫ് ബാക്ടീരിയ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും കിട്ടിയ. ആദ്യത്തെ 20 മിനിറ്റ് ഇത്രയുണ്ട്, പിന്നെ ഇച്ചിരി ഒന്ന് കൂടി ഇരട്ടിയായി, പിന്നെ അതിൻ്റെ ഇരട്ടിയായി, അങ്ങനെ പോകും. സോ ഈ കർവ് ഒരു പാരബോളിക് കർവ് ആണ് നമുക്ക് കിട്ടുക. പക്ഷെ നമുക്ക് പാരബോളിക് കർവ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. നമുക്ക് ഈ കർവ് അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഇവിടെ ലോഗ് നമ്പർ ഓഫ് ബാക്ടീരിയ വെച്ചിട്ടുള്ള ഒരു കർവാണ്. ലോഗ് നമ്പർ ഓഫ് വയബിൾ സെൽസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. സോ വൈ ആക്സിസിൽ നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുക. നമ്മൾ പുതിയൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ആ ഗ്രാഫ് ഇവിടെ ലോഗ് നമ്പർ ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ വയബിൾ സെൽസ് ആണ്. ഡെഡും എല്ലാം കൂടി ചേർത്ത് ടോട്ടലും വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ തൽക്കാലം വയബിൾ സെൽസ് നമ്മൾ എടുക്കുന്നു. ആൻഡ് ഇവിടെ അഗെയിൻ ടൈം തന്നെയാണ്. എക്സ് ആക്സിസിൽ ടൈം 20, then 40, 60, 80, 100, 120 അങ്ങനെ അങ്ങ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാഫ് കിട്ടും. സോ ഇതാണ് നമ്മുടെ ബാക്ടീരിയൽ അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഈ ഗ്രോത്ത് കർവിന് 4 ഫേസസ് ഉണ്ട്. ആൻഡ് ഇതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഒരു ലാഗ് ഫേസ് ആണ്, സ്ട്രേറ്റ് ലൈൻ ആണ്. ദെൻ പിന്നെ ഉള്ളത് ലോഗ് ഫേസ് ആണ്, ഇങ്ങനെ അങ്ങ് പോകും. ദെൻ പിന്നെ ഒരു സ്റ്റേഷനറി ഫേസ് കിട്ടും. ദെൻ ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ ഡെത്ത് ഫേസ് കിട്ടും. സോ അപ്പോൾ നമുക്ക് ഓരോ ഫേസസും 1 by 1 നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലാഗ് ഫേസ് ആണ്. ഫസ്റ്റ് ഫേസ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണ്. നമുക്ക് ഇത് അത്രയും വരയ്ക്കാം. ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. സോ ഇവിടെ നോ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ബാക്ടീരിയ ഓർ മൈക്രോ ഓർഗാനിസിന്റെ നമ്പർ കൂടുന്നില്ല. ദ നമ്പർ ഓഫ് വയബിൾ സെൽസ് റിമെയിൻസ് ദ സെയിം. എണ്ണം വർദ്ധിക്കുന്നില്ല ഈ ഫേസിൽ. അതുകൊണ്ട് അവിടെ നോ മൾട്ടിപ്ലിക്കേഷൻ, സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, നോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമുക്ക് എഴുതാം. പക്ഷെ ഇവിടെ ദർ ഈസ് ഇൻക്രീസ് ഇൻ സെൽ മാസ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ സൈസ് ഓഫ് ദ സെൽ ക്യാൻ ബി ഇൻക്രീസ്. സോ ഇൻക്രീസ്ഡ് സെൽ മാസിന് പകരം സൈസ് എന്ന് എഴുതിയാലും ഓക്കെ ആണ്. സോ സെൽ സൈസ് മാക്സിമം ആയി കാണുന്നത് ഈ ഫേസിന്റെ അവസാനമായിരിക്കും എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ എന്താ സംഭവിക്കുക? ഒന്ന്, ദ മൈക്രോ ഓർഗാനിസം ഈസ് അഡോപ്റ്റിംഗ് ടു ദ ന്യൂ എൻവയോൺമെന്റ്. സോ അഡാപ്റ്റേഷൻ ടു ദ എൻവയോൺമെന്റ് ആണ് ഒരു കാരണം. 2, സെൽ പ്രിപ്പയർ ഫോർ ഡിവിഷൻ, അല്ല സെൽ പ്രിപ്പയർ ചെയ്യാണ്, സെൽ ഡിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടി റെഡി ആകുകയാണ്. സോ ഇതിന് വേണ്ട എന്തൊക്കെ ഉണ്ടാക്കണം? DNA ഉണ്ടാക്കണം, എൻസൈംസ് ആൻഡ് പ്രോട്ടീൻസ്, മെറ്റബോളൈറ്റ്സ്, ഇന്റർമീഡിയേറ്റ്സ്, എല്ലാത്തിന്റെയും ബിൽഡ് അപ്പ് ആണ് ഇവിടെ നടക്കുക. അതിന്റെ ഒരു ബിൽഡപ്പ് ആണ് ഇവിടെ നടക്കുക. സോ അതുകൊണ്ട് സെൽസ് റീച്ച് ദർ മാക്സിമം സൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ഫേസ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഈ ഫേസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വളർത്താനെടുത്ത എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡ്യൂറേഷനിൽ വ്യത്യാസം വരാമെന്ന് വെച്ചാൽ, വളർത്താനെടുത്ത ബാക്ടീരിയൽ സ്പീഷീസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പീഷീസ് അനുസരിച്ച് വ്യത്യാസം വരാം. 2, നമ്മുടെ ഇനോക്കുലം സൈസ്, എത്ര ഇനോക്കുലമാണ് നമ്മൾ കൊടുത്തത് എന്നനുസരിച്ച് വ്യത്യാസം വരാം. ദെൻ എടുക്കുന്ന നമ്മുടെ കൾച്ചർ മീഡിയ, ഓരോ മീഡിയ വരുമ്പോഴത്തേക്കും വ്യത്യാസം വരാം. ദെൻ മറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ടെമ്പറേച്ചറൊക്കെ അനുസരിച്ചും ഇതിൽ വ്യത്യാസം വരാം. സോ എല്ലാ ബാക്ടീരിയയ്ക്കും ഒന്നല്ല, ഒരു സ്പീഷീസ് ഓഫ് ബാക്ടീരിയയിൽ തന്നെ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വ്യത്യാസവും
വരാം. സോ ഇതാണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. സോ അടുത്ത ഫേസ്, സെക്കൻഡ് ഫേസ് ഈസ് ലോഗ് ഫേസ് ആണ്. ലോഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. സോ ദിസ് ഈസ് ലോഗ് ഫേസ്, അല്ലെങ്കിൽ നമുക്കതിനെ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഇവിടെ മൈക്രോ ഓർഗാനിസംസ് വിൽ ഗ്രോ ആൻഡ് ഡിവൈഡ് അറ്റ് മാക്സിമൽ റേറ്റ്. സോ മാക്സിമൽ റേറ്റിൽ മൈക്രോ ഓർഗാനിസംസ് വിൽ ഗ്രോ ആൻഡ് ഡിവൈഡ്. സോ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്പർ കൂടുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നു ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ബാക്ടീരിയ. ഒരു പ്രത്യേക സമയം കഴിയുമ്പോഴും ബാക്ടീരിയയുടെ എണ്ണം ഇരട്ടിയാകും. ബാക്ടീരിയ നമുക്കറിയാം ബൈനറി ഫിഷനാണ്. അത് 1 2 ആകും, 2 4 ആകും, 4 8 ആകും. സോ ഇങ്ങനെ പോകും. അപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ 4 കാണും, തേർഡ് ജനറേഷൻ ആകുമ്പോൾ 8 കാണും, ഫോർത്ത് ജനറേഷൻ ആകുമ്പോൾ 16, അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ സോ n ജനറേഷൻ ആകുമ്പോഴത്തേക്കും 2n നമ്പർ ഓഫ് ബാക്ടീരിയ ആയിരിക്കും ഉണ്ടാകുക. സോ ബാക്ടീരിയ ഗ്രോ എക്സ്പോണൻഷ്യലി. അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷനിൽ ബാക്ടീരിയ വളരുന്നു എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ നമ്മൾ ആവറേജ് ടൈം റിക്വയർഡ് ഫോർ ദ ബാക്ടീരിയ അല്ലെങ്കിൽ പോപ്പുലേഷൻ ടു ഡബിൾ. ആവറേജ് ടൈം ഫോർ ഡബിളിംഗ്, രണ്ടാവാനായിട്ട്, ഇരട്ടിയാകാനായിട്ട് ഉള്ള സമയത്തെ നമ്മൾ വിളിക്കുക ജനറേഷൻ ടൈം എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് ജനറേഷൻ ടൈം. സോ ജനറേഷൻ ടൈം ഇസ് ദ ആവറേജ് ടൈം റിക്വയർഡ് ഫോർ ദ പോപ്പുലേഷൻ ടു ഡബിൾ. സോ ബാക്ടീരിയ മാക്സിമം ന്യൂട്രിയൻസ് ഈ സ്റ്റേജിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ പുതിയ സെൽസ് ഉണ്ടാകുന്നത് മാക്സിമം നമ്പർ ഓഫ് സെൽസ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ ബാക്ടീരിയൽ സെൽ സൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്മോളർ ആണ്, ചെറുതായിരിക്കും എന്നുള്ളതാണ്. സ്മോളർ ഇൻ സൈസ് ആയിരിക്കും. സോ ഗ്രാഫിൽ നമ്മൾ ഇങ്ങനെയാണ് വരച്ചത്. സ്ട്രെയിറ്റ് അപ്വേർഡ് ലൈൻ ആയിട്ട് നമുക്ക് കാണാം. സോ ഇത് ഈസ് ദ ലോഗ് ഫേസ്. സോ ഈ സ്റ്റേജിൽ ബാക്ടീരിയ ബയോകെമിക്കലി ആക്റ്റീവ് ആണ്. സോ ബാക്ടീരിയ ഈസ് ബയോകെമിക്കലി ഹൈലി ആക്റ്റീവ് ആണ്. അപ്പം നമുക്ക് ബെസ്റ്റ് ടൈം ടു ഡു ബയോകെമിക്കൽ ടെസ്റ്റുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ബയോകെമിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫേസ് ഇതാണ്. മാത്രമല്ല ബാക്ടീരിയ യൂണിഫോംലി ഒബ്റ്റൈൻഡ് ആണ്. അതുകൊണ്ട് ബെസ്റ്റ് ടൈം ടു പെർഫോം ഗ്രാം സ്റ്റെയിനിങ് നമുക്ക് ചെയ്യാൻ പറ്റിയ സമയം ഇതാണ്. സോ ഈ ഫേസിന്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് ന്യൂട്രിയൻസ് തീരും, വേസ്റ്റ് ഓർ മെറ്റബോളൈറ്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ട് തുടങ്ങും. സോ നെക്സ്റ്റ് ഫേസ് ഓർ തേർഡ് ഫേസ് എന്ന് പറയുന്നത് നമുക്കത് ഇങ്ങനെ വരയ്ക്കാം. ദാറ്റ് ഈസ് ദ സ്റ്റേഷനറി ഫേസ്. ഇതാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. സോ ഈ ഫേസിൽ സെൽ ഡിവിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ എഴുതാം. സെൽ ഡിവിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദർ ഈസ് സെൽ ഡിവിഷൻ ഉണ്ട്, റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ നമ്പർ ഓഫ് വയബിൾ സെൽസ് എന്ന് പറയുന്നത് റിമെയിൻ സെയിം ആയിട്ടിരിക്കുകയാണ്. സോ കൗണ്ട് റിമെയിൻ സെയിം. പക്ഷേ ഡെത്ത് ആയ സെൽസും ഉണ്ടാകും. സോ അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് സെൽസ്, വയബിൾ സെൽസ് അല്ലാതെ ടോട്ടൽ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇരിക്കും. സോ ഇവിടെ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. സോ ദർ ഈസ് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് ലിമിറ്റേഷൻ വന്നു തുടങ്ങി. ഡിക്രീസ്ഡ് ഓക്സിജൻ അവൈലബിലിറ്റി കുറഞ്ഞു. ആൻഡ് ദർ ഈസ് ഇൻക്രീസ്ഡ് ടോക്സിക് വേസ്റ്റ് പ്രൊഡക്ട്സ് കൂടി. ഡിപ്ലീഷൻ ഓഫ് ഷുഗർ സംഭവിക്കുന്നുണ്ട്. ദെൻ ഓട്ടോലിറ്റിക് എൻസൈംസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ ടോക്സിൻസ് പോലെയുള്ളവയുടെ പ്രൊഡക്ഷൻ കൂടും. സോ അപ്പോൾ എന്ത് സംഭവിക്കുക? നമ്പർ ഓഫ് പ്രോജനി സെൽസ് ഫോംഡ് ഈസ് ജസ്റ്റ് ഇനഫ് ടു റീപ്ലേസ് ദ നമ്പർ ഓഫ് സെൽസ് ഡൈ ചെയ്യുന്ന സെൽസിനെ റീപ്ലേസ് ചെയ്യാൻ മാത്രമുള്ള സെൽസുകളായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക. സോ കൗണ്ട് റിമെയിൻ സ്റ്റേഷനറി. സോ കൗണ്ട് ഈസ് സ്റ്റേഷനറി. അതുകൊണ്ടാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയാം. ആൻഡ് ഇവിടെ ഈ ഫേസിൽ വേറെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് സ്റ്റോറേജ് ഗ്രാന്യൂൾസ് ഒക്കെ ഈ ഫേസിലാണ് ഉണ്ടാകുക. ഇൻ ദിസ് ഫേസ് എക്സോടോക്സിൻ ആകാം, എൻഡോടോക്സിൻ ആകാം, ബാക്ടീരിയോസിൻ ആകാം, ഇങ്ങനെയൊക്കെയുള്ള. ദെൻ അനദർ സംഭവം നടക്കുന്നത് ഇറ്റ് ഈസ് സ്പോറുലേഷൻ. സ്പോർസ് ഫോം ചെയ്യുന്നതിന്റെ സ്പോറുലേഷൻ നടക്കുന്നതും ഈ ഫേസിലാണ്. സോ ദിസ് ഇസ് ദ തേർഡ് ഫേസ്. അപ്പം ഇനി ഫൈനൽ ഫേസ് എന്ന് പറയുന്നത് താഴത്തേക്ക് ഇങ്ങനെ വരച്ചാൽ ദാറ്റ് ഈസ് ദ ഡെത്ത് ഫേസ് ആണ്. ഡെത്ത് ഫേസ് അല്ലെങ്കിൽ അതിനെ ഡിക്ലൈൻ ഫേസ് എന്ന് നമുക്ക് വിളിക്കാം. ഡെത്ത് ഫേസ് ഓർ ഡിക്ലൈൻ ഫേസ്. സോ ഇത് ഇറിവേഴ്സിബിൾ ലോസ് ഓഫ് ഓർ എബിലിറ്റി ഓഫ് സെൽസ് ടു ഡിവൈഡ്. സെല്ലിന് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ ഇല്ലാതെയാകുന്നു. സോ നമ്പർ ഓഫ് സെൽസിന് എന്ത് സംഭവിക്കുന്നു? നമ്പർ ഓഫ് സെൽസ് വിൽ ഡിക്ലൈൻ, കുറയുന്നു. കാരണം എന്തായിരുന്നു? ന്യൂട്രിയൻസ് ഡിപ്രൈവ്ഡ് ആണ്, ഇല്ലാതെയായിരിക്കുന്നു. മെറ്റബോളിക് എൻഡ് പ്രൊഡക്ട്സ് കൂടി. ടോക്സിക് പ്രൊഡക്ട്സ് എല്ലാം മൈക്രോ ഓർഗാനിസത്തിന്റെ ഡെത്തിന് കാരണമാകും. സോ ആദ്യം ഈ ഇനീഷ്യൽ ഫേസിൽ ചിലപ്പോൾ ഇത് ലോഗരിതമിക് ഡിക്ലൈൻ ഒക്കെ കാണിച്ചേക്കാം. പിന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോവുക. അത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും. സോ അപ്പോൾ വയബിൾ സെൽസ് നമ്പർ ഓഫ് വയബിൾ സെൽസ് വിൽ, അതിന്റെ കൗണ്ട് വിൽ ഡിക്രീസ്, കുറയുന്നു. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകും. അത് അത്രയധികം കുറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഡെഡ് ആയിട്ടുള്ള സെൽസ് അവിടെ തന്നെ കിടപ്പുണ്ടാകും, കൾച്ചർ മീഡിയയിൽ കിടപ്പുണ്ടാകും. സോ മൈക്രോ ഓർഗാനിസം ഓർ ബാക്ടീരിയ നമ്മളൊരു കൾച്ചർ മീഡിയയിൽ വളർത്തിയാൽ, ഒരു ക്ലോസ് സിസ്റ്റത്തിൽ നമ്മൾ വളർത്തിയാൽ, ആദ്യം ഒരു ലാഗ് ഫേസ്, ദിസ് ദ ലാഗ് ഫേസ്, പിന്നെ ഒരു ലോഗ്
ലോഗ് ഫേസ് നമുക്ക് കിട്ടും, പിന്നെ ഒരു സ്റ്റേഷനറി ഫേസ് നമുക്ക് കിട്ടും, ദെൻ ഫൈനലി ഡെത്ത് ഫേസ് ഓർ ഡിക്ലൈൻ ഫേസ് നമുക്ക് കിട്ടുന്നതാണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.